അടിപൊളി ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല, നല്ല അനിമേഷനാണ്. അടിപൊളി മൂവിയായിരുന്നു. വെയിറ്റ് ചെയ്തതിന് എക്സ്പെക്റ്റേഷൻ്റെ അത്രയും റീച്ച് ആയിട്ടുണ്ട്. എല്ലാം ബാക്ക് സ്റ്റോറി ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു മൂവി. തിയേറ്റർ വാച്ച് എക്സ്പീരിയൻസ് അതൊന്നും വേറെ തന്നെയാണ്. ആക്ഷനും ഫൈറ്റും എല്ലാം അടിപൊളി. അടിപൊളി സൂപ്പറാണ്. ആക്ഷനൊക്കെ കിടിലമാണ്. കുഴപ്പമില്ല, കൊള്ളാം. விஷுவல் ஆடியோ எல்லாம் நல்லா தான் இருந்துச்சு. ஆக்ஷன் நமக்கு டீமன் ஸ்லேயர் ஸ்டார்டிங்னு பார்க்குற மாதிரி தான் நல்லா இருக்குது. அதில் ஒன்றும் பிரச்சனையே இல்லை. எமோஷன்ஸ் அந்த அளவுக்கு இதால் அந்த அளவுக்கு நம்ம கனெக்ட் ஆகலை இந்த மூவியில். ஒருத்தர் தான் பார்க்கலாம். டப்பிங் இங்கிலீஷில் அந்த அளவுக்கு நல்லா இல்லை. நான் பார்த்தது இங்கிலீஷ் தான். ஓவராலாக ஓகே தான், நல்லா இருக்கலாம். ഓവറോൾ കൊള്ളായിരുന്നു. ആക്ഷനൊക്കെ നല്ല കൊള്ളാം. ഇമോഷണലി കണക്ട് ആവുന്നുണ്ടോ പടം? മൂവി പക്ഷേ കൊള്ളാം, നല്ല നൈസ് നല്ലതാണ്. ദിവസം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്രയും ഒരു ഇത് കൊണ്ടില്ല. കുറേയൊക്കെ അവർ ഫ്ലാഷ് ബാക്കും അവരുടെ ബാക്ക് ഹിസ്റ്ററി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈറ്റ് എന്ന രീതിയിൽ ആക്ച്വലി ആനിമേഷൻ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ബട്ട് സംഭവം കൊള്ളാം. ബട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ എനിക്ക് തോന്നിയില്ല. പ്രതീക്ഷ കൂടി പോകാണ്ടാവാം. പക്ഷെ അല്ലാതെ അവരുടെ ആ ഒരു തട്ട് താത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിൽ പോകുന്നുണ്ട് സാധനം. ഇനി അടുത്തത് ഇനി സിനിമയായിട്ടാണ് സീരീസ് ആയിട്ട് എന്താണ് ഇറക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ അവസാന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ സ്പോയിലറായി പോകും. ലാഗ് ഇതാ ഞാൻ പറഞ്ഞത്. ലൈക്ക് നമുക്കൊരു എല്ലാവരുടെയും ഒരു പ്രീവിയസ് ഹിസ്റ്ററി കാണിക്കുന്ന ആ ഒരു പാട്ടുള്ളതുകൊണ്ട് നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് മെയിൻ ഭാഗങ്ങളിലെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് കുറച്ചും ഹിസ്റ്ററികൾ കൂടുതലുമാണ് കാണിക്കുന്നത്. അങ്ങനെ ചെറിയ ലാഗോ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ആക്ഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആ ഗ്രാഫിക്സും എല്ലാം അതൊക്കെ ടോപ്പ് നോച്ച് കാര്യങ്ങളാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ലായിരുന്നു. ഗ്രാഫിക്സ് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.